സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നാ എനിക്ക് പറയാൻ ഒറ്റ വിഷയമുള്ളൂ, ജാനിക്കുട്ടി. അങ്ങനെ ഇരിക്കെ സ്കൂൾ ആനുവൽ ഡേക്ക് ജാനിക്കുട്ടിയുടെ പാട്ടും പ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഏട്ടനെ വിളിച്ചോണ്ട് പോയി കാട്ടിക്കൊടുത്തു ജാനിക്കുട്ടിയെ. എന്തായിരുന്നു ചേട്ടന്റെ പ്രതികരണം? എക്സലന്റ്, അങ്ങനെ ഏട്ടൻ പറഞ്ഞേ. പിന്നെ ഏട്ടൻ കാത്തിരിപ്പായി ഞാൻ സ്കൂൾ വിട്ട് ചെല്ലാൻ, ജാനിക്കുട്ടിയെ പറ്റി കേൾക്കാൻ. ചുരുക്കത്തിൽ ചേട്ടൻ മയക്കുമരുന്നിന് അഡിക്റ്റായ പോലെ ആയല്ലേ? വാസ്തവം. പ്രണയം പോലൊരു മയക്കുമരുന്ന് വേറെ എന്താ ഈ ലോകത്തുള്ളത്? സരിക പ്രേമിച്ചിട്ടുണ്ടോ? യാ ഷുവർ, ഞാൻ പ്രേമിച്ച കല്യാണം കഴിച്ച്. മൈ ഗോഡ്, അവളുടെ കല്യാണം കഴിഞ്ഞോ? വയസ്സ് 26 കഴിഞ്ഞില്ലേ? നിന്റെ പ്രായമല്ലേ മോളെ? അത് ശരിയാ. കല്യാണം കഴിഞ്ഞും മയക്കുമരുന്നിന്റെ വീര്യം നിലനിൽക്കുന്നുണ്ടോ? അതെന്തായാലും ഇല്ല. മയക്കുമരുന്നിന്റെ നാർക്കോട്ടിക് ഇഫക്റ്റ് അങ്ങ് പോയി. മയക്കമില്ല, മരുന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മരുന്നില്ലാതെ പറ്റില്ല. ആർ യു മാരീഡ്? ഇല്ല, അബദ്ധമൊന്നും കാണിച്ചിട്ടില്ല. ഓ, അപ്പോ ഞാനൊക്കെ അബദ്ധം കാണിച്ചവരല്ലേ? Shall we come back to the story? ആ യെസ്. അങ്ങനെ ഏട്ടൻ മയക്കുമരുന്നിന്, അതായത് പ്രണയത്തിന് അഡിക്റ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ജാനിക്കുട്ടി കെട്ടിക്കൊണ്ടു വന്നോളൂ, അതല്ലാതെ ഈ രോഗത്തിന് മറ്റൊരു മരുന്നില്ലാന്ന്. ഈ പെണ്ണ്. ഓ, അങ്ങനെയായിരുന്നു ആ പ്രപ്പോസൽ. ജാനിക്കുട്ടി അത് സ്വീകരിച്ചോ? നിലവിൽ അതൊരു വൺ വേ ട്രാഫിക് ആണല്ലോ. ജാനിക്കുട്ടിക്ക് പ്രണയം കേട്ടാ ഒരു ഞടുക്കമാ. പക്ഷേ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണ്ടേ? ഞാൻ എന്നും ഏട്ടന്റെ വിശേഷം അവളോട് പറയാൻ തുടങ്ങി. ചോദിച്ചിട്ടൊന്നും അല്ല കേട്ടോ, ചുമ്മാ തട്ടിവിട്ടു. എന്റെ ഏട്ട ആനയാണ്, കുതിരയാണ്, സിംഹമാണ്, സുന്ദരനാണ്, തമാശക്കാരനാണ്, അങ്ങനെ അങ്ങനെ. എന്നിട്ട് ആ കെണിയിൽ വീണോ ജാനിക്കുട്ടി? ആദ്യമൊന്നും വലിയ കുലുക്കം ഉണ്ടായിരുന്നില്ല, എന്നെ വെറുതെ വിട്ടേക്കുന്ന മട്ട്. പിന്നീട് ഏട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറയുമ്പോ കള്ളിയുടെ ഉള്ളിൽ എവിടെയോ ഒരു പൂത്തിരി കത്തുന്ന തിളക്കം ആ മുഖത്ത് കാണാം. അങ്ങനെ അവളെ വളച്ചെടുത്തിട്ട് ഏട്ടനും അവളും തമ്മിൽ നേരിട്ട് കാണാനും സംസാരിക്കാനുമുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് വേഗം പറ, നമുക്ക് ആകാംക്ഷയായി. എന്നിട്ടെന്താ, അവിടെ തമ്മിൽ കണ്ടതോടെ എന്റെ ജോലി കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടുകാർ, അതായത് അച്ഛനും അമ്മയും ഇതേപ്പറ്റി അറിഞ്ഞോ? ഉവ്വ്, ഏട്ടൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ജാനിക്കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. ജാനിക്കുട്ടി +2 പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ അച്ഛനും അമ്മയും ജാനിക്കുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചു.